ഗ്രാസ് ഹോപ്പറിൻ്റെ ജോഗ് ഫാൾസ് പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇത് ശരാവതി മാൻഗ്രോവ് വാക്ക് വേ കാണാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാമിലെ രണ്ടാമത്തെ സ്ഥലമാണ് ഈ ശരാവതി മാൻഗ്രോവ് വാക്ക് വേ. ആദ്യം ഞങ്ങൾ സന്ദർശിച്ചത് മുർദേശ്വർ ടെമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇത് ഹൊന്നവാർ എന്ന സ്ഥലത്താണ് ഈ മാൻഗ്രോവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹൊന്നവാർ ടൗണിൽ നിന്നും ഹൊന്നവാർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെ മാത്രമാണ് ഇതുള്ളത്. ഈ മാൻഗ്രോവ് ഫോറസ്റ്റിൻ്റെ വെൽക്കം ചെയ്തുകൊണ്ടുള്ളൊരു ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് സെൽഫി എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് ഒരു ഫീസൊന്നും ഇവിടെ ഈടാക്കുന്നില്ല. പക്ഷേ ഇവിടെ വെഡ്ഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ്ങിനൊക്കെ അനുവാദമുണ്ട്. അതിന് പ്രത്യേകം ഫീസ് അടച്ച് അനുവാദം വാങ്ങിക്കണം. ഇത് പ്രകൃതിരമണീയമായൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ പ്രീ വെഡ് ഷൂട്ടിനൊക്കെ ഇവിടെ വരാറുണ്ട്. ഈ ശരാവതി നദിയുടെ പൊങ്ങിക്കിടക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ശരാവതി റിവർ കരകവിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കയറും, അല്ലെങ്കിൽ ചെളി പിടിച്ചായിരിക്കും കിടക്കുന്നത്. ഇവിടെ ഈ കണ്ടൽക്കാട് 2 സൈഡും ഈ കണ്ടൽക്കാടുകളാണ്. അത് അടുത്ത് കാണാനായിട്ട് ഈ ചെടിവെള്ളത്തിൽ കൂടെ നമുക്ക് നടന്നു പോയി ഇതൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വുഡൻ പാത്ത് വേ ഒരുക്കിയിട്ടുണ്ട്. തടിയാണിത്. തടി കൊണ്ടുള്ള പാത്ത് വേ ഒരുക്കുകയാണ്. ഇതിലൂടെ കുറച്ച് ഹൈറ്റിൽ നമുക്ക് നടന്ന് ഒരു ആകാശപാതയെന്ന് തന്നെ വിശേഷിപ്പിക്കാം. നടന്ന് നമുക്ക് ഈ കണ്ടൽക്കാടുകളെ അടുത്ത് കാണാനായിട്ട് കഴിയും. ഇവിടെ പല സ്ഥലത്തും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കണ്ടൽ ഇതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ബോർഡുകളൊക്കെ ഇവിടെ പലയിടത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡുകളൊക്കെ വായിച്ചാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. ഈ സ്ഥലത്തിന് കണ്ട്ല വന എന്ന ഒരു പേരും കൂടിയുണ്ട്. കണ്ട്ല വന. ഇത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥലം ഉള്ളത്. അവരാണിതെല്ലാം ഈ പാത്വേയൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇത് പ്രകൃതിയെ അറിയുക എന്ന ഉദ്ദേശത്തോടെ പ്രകൃതിയിൽ കണ്ടൽക്കാടുകളുടെ സ്ഥാനം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിത് ഒരുക്കിയിരിക്കുന്നത്. ഇതിപ്പം കർണാടകത്തിലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് വളരെ കുറച്ചു കാലം കൊണ്ടാണ് ഇത് പ്രശസ്തിയിലേക്ക് ഉയർന്നത്. ഇതുപോലൊരു വാക്ക് വേ ഗോവയിലുണ്ട്, ചൊറാവോ ഐലൻഡ്. അവിടെ ഇതിനൊക്കെ കണ്ടൽക്കാടുണ്ട്. അതിലൂടെ നമുക്ക് ഇങ്ങനെ വാക്ക് വേയിലൊക്കെ നമുക്ക് നടക്കാനൊക്കെ കഴിയും. അപ്പോൾ അതിൻ്റെ അത്ര വലിപ്പം ഇതിനില്ല. എന്നാലും ഇത് തടിയിലാണ്, മറ്റേത് മുളയിലാണ് ഈ വാക്ക് വേ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറേ സ്ഥലം നമുക്ക് മണ്ണിട്ട് ഉയർത്തി അതിലൂടെയാണ് നടന്നു പോകുന്നത്. ഇവിടെ ഏകദേശം പൂർണ്ണമായിട്ടും ഈ തടിയുടെ പാത്ത് വേ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പക്ഷേ തടിയല്ല, ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അതിലേക്കൂടെ നമുക്ക് നടന്നു പോകാം. ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉള്ളതാണ്. ഈ കണ്ടലിൻ്റെ ഇടയിലൂടെയൊക്കെ നമുക്ക് ചെറു വള്ളത്തിൽ നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ഇപ്പോൾ നല്ല മഴ പെയ്തുള്ളതുകൊണ്ട് ഈ ബോട്ടിംഗ് ആക്ടിവിറ്റീസൊന്നും ഇപ്പോൾ ഇവിടെ അലൗഡല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ബോട്ടിംഗ് ആക്ടിവിറ്റീസൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴ ഇല്ലാത്ത സമയം നോക്കി വരണം. ഇത് മൺസൂൺ കാലമാണ്. ഞങ്ങളൊരു മഴയാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ലോക്കൽസിൻ്റെ മീൻ പിടിക്കുന്നതിനുള്ള ചെറു വള്ളമാണ്. ഇതൊക്കെ നേരത്തെയുള്ള പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിനുള്ള വള്ളങ്ങളാണ് കിടക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് അലൗഡല്ല. ഇതെല്ലാം ശരാവതി നദിയാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം നടന്ന് അതിൻ്റെ ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട്.
ഇവിടെ ഒരു പാലം ഉണ്ട് ഈ നദിക്ക് കുറുകെ. ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ വള്ളം കടന്നു പോകാനായിട്ട് കഴിയും. ഈ മീൻപിടുത്തക്കാർ വള്ളമൊക്കെ പോകുന്നതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോകാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ധാരാളം ആൾക്കാർ അവിടെ കൂടി ഇന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയുടെ കൂടി ഒരു വള്ളം പോകുന്നുണ്ടല്ലോ, ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന വള്ളമാണ് അത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കുന്നവരുടെ ഒരു തിരക്കാണ്. അതുകൊണ്ട് നല്ല രീതിയിലൊരു ഫോട്ടോ എടുക്കാൻ പോലും ഇവിടെ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ആ ബ്രിഡ്ജ് കടന്ന് ഞാൻ ഇപ്പുറത്ത് കിടന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറു ദ്വീപാണ്. ആ ദ്വീപിനെ ചുറ്റിയിട്ട് ഈ തടിപ്പാൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് കൈവരിയൊന്നുമില്ല, അല്ലാതെ ബാലൻസ് ചെയ്ത് നമ്മൾ പോകണം. ചിലപ്പം തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ. ഇതൊരു ഐലൻഡ് പോലെ കിടക്കുന്ന സ്ഥലമാണ്. മറ്റേടത്തുനിന്ന് മാറിയിട്ടാണ്, അവിടെ നിന്ന് ഒരു പാലം കടന്നിട്ടാണ് നമ്മൾ മെയിൻലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇവിടെ ചുറ്റും വെള്ളം നിറഞ്ഞ കിടക്കുകയാണ്. ചുറ്റും കാണാനായിട്ട് പാത്ത് വേ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ധാരാളം ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണിത്. മനോഹരമായ ധാരാളം ഫോട്ടോകൾ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് കഴിയും. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നമ്മൾ ജോഗ് ഫാൾസോ അല്ലെങ്കിൽ പന്നവാർ മാത്രമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഗോവർണ വരുന്ന സമയത്തോ ഒക്കെ നമുക്ക് ഇവിടെ സന്ദർശിക്കാനായിട്ട് കഴിയും. ഇത് നാഷണൽ ഹൈവേ 66 നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാൽ മതി ഈ സ്ഥലത്തെത്താനായിട്ട്. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏത് വണ്ടി വന്നാലും ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. പിന്നെ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് ഇത് ചുറ്റി നടന്ന് കാണാനായിട്ട്. 1.5 കിലോമീറ്റർ പാത്ത് വേ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചുറ്റി നടന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമിൽ 28 പേരാണുള്ളത്. ഓരോരുത്തർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവം ആൾക്കാർ മാത്രമാണ് കേരളത്തിൽ നിന്ന് ഈ ഹൊന്നവാർ കണ്ടല വനത്തിലേക്കൊക്കെ വരാറുള്ളത്. മലയാളം വീഡിയോസൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ശരാവതി മാംഗ്രോവ് വാക്ക്വേയുടെ വിശേഷങ്ങൾ.